പ്രണയശലഭങ്ങൾ ഭാഗം 32. ഈറനണിഞ്ഞ കണ്ണുകളോടെ അവനെയൊന്ന് നോക്കാൻ പോലും കഴിയാത്ത വിങ്ങലിൽ അവളുടെ ചുണ്ടുകൾ മൗനമായി നിൽക്കാൻ ശ്രമിച്ചു. പറയാൻ കൊതിച്ച പ്രണയത്തെ അവൾ മനഃപൂർവ്വം വേദനയോടെ കടിച്ചമർത്തുകയായിരുന്നു ആ മൗനത്തിലൂടെ. ഗൗരി, ആദിയേട്ടൻ്റെ വിളിക്കായി കാതോർത്തിരിക്കാൻ താൻ ഒരിക്കലും ഇനി ആഗ്രഹിക്കുകയില്ലെന്നുറപ്പിച്ചുകൊണ്ടവൾ പതിയെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ട്രെയിനിലെ തുറന്നു കിടക്കുന്ന ഡോർ സൈഡിൽ നിന്നുകൊണ്ടവൻ ഓടി മറയുന്ന കാഴ്ചകളിലേക്ക് നോട്ടമെത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലേക്കൊന്നുമല്ല ആ മനസ്സിലെ ചിന്തകൾ ചെന്നു നിൽക്കുന്നതെന്ന് മിത്രയ്ക്ക് മനസ്സിലായി. പുറത്തേക്ക് നോക്കി ചിന്തയിലകപ്പെട്ടു നിൽക്കുന്ന ആദിയുടെ ഹൃദയഭാരം ഒരു നിമിഷം തൻ്റെ മനസ്സിലേക്കും അറിയാതെ എത്തി നിൽക്കുന്നതുപോലെ അവൾക്കും അനുഭവപ്പെടാൻ തുടങ്ങി. ആദി, ഓർമ്മകളിൽ നിന്നും പെട്ടെന്ന് ഞെട്ടിയുണർന്നതുപോലെ അവൻ അവളിലേക്ക് നോട്ടം തിരിച്ചു. ഈറനണിഞ്ഞ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വേദനയെ തിരിച്ചറിയാൻ അന്നേരം അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ആദി, ആർ യു ഓക്കേ? ഒരു നെടുവീർപ്പിട്ടവൻ വീണ്ടും പുറത്തേക്ക് നോക്കി. അന്നത്തെ ആ സംഭവത്തിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും ഗൗരിയെ നീ കണ്ടിരുന്നോ? സത്യത്തിൽ അവൾക്ക് എന്താ സംഭവിച്ചത് ആദി? അറിയില്ല മിത്ര. ഗൗരി എവിടെയുണ്ടെന്നോ അവൾക്ക് എന്താ സംഭവിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല. കോളേജ് അവസാനിക്കാൻ ഏതാണ്ട് 1.5 മാസം കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനിടയിലാണ് അങ്ങനെയെല്ലാം സംഭവിച്ചത്. ഒരു പക്ഷേ ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കാം, അല്ലേടോ? മിത്രയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഒരു നേർത്ത പുഞ്ചിരിയോടെ അവൻ ഡോറിനടുത്തു നിന്നും മെല്ലെ തിരിഞ്ഞു നടന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നേരത്തെ സ്ഥാനം ഉറപ്പിച്ചിരുന്ന ഇടത്തേക്ക് അവൻ മെല്ലെ പറ്റി പിടിച്ച് നടന്നെത്തി. വീണ്ടും ജനലഴിയോട് ചേർന്നുള്ള തൻ്റെ സീറ്റിൽ അവൻ സ്ഥാനം ഉറപ്പിച്ചിരുന്നപ്പോൾ തൊട്ടു മുൻപിലേക്ക് മിത്രയും വന്നിരുന്നു. ഗൗരിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള അവളുടെ ആകാംക്ഷയിൽ വീണ്ടും അവൾ വാചാലയാവുകയായിരുന്നു. ഗൗരിക്ക് നിന്നോടുള്ള തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാൻ നീ അന്ന് ശ്രമിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു ആദി? നയനയുടെ ബെറ്റിൽ നിനക്ക് പങ്കില്ലെന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താമായിരുന്നില്ലേ? പക്ഷേ നീ എന്താ അതിനൊന്നും ശ്രമിക്കാതിരുന്നത്? എങ്കിൽ പിന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? അവളുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ്റെ മുഖത്ത് വീണ്ടും നേർത്തൊരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. ഒരു കള്ളം പറയാൻ തന്നെ ഒത്തിരി ആലോചിക്കുന്ന പെൺകുട്ടിയായിരുന്നു ഗൗരി. അങ്ങനെയുള്ള അവൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കള്ളങ്ങളൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാനാകുമായിരുന്നില്ല. ഞാൻ എന്തു പറഞ്ഞാലും അവൾ അന്നൊന്നും വിശ്വസിക്കാൻ തയ്യാറുമായിരുന്നില്ല. അന്നുണ്ടായ പ്രശ്നങ്ങൾക്ക് ശേഷം പിന്നീട് ഞാനും കോളേജിൽ പോയിരുന്നില്ല. എല്ലാവരോടും എല്ലാറ്റിനോടും ഒരു തരം അകൽച്ച തോന്നിയിരുന്നു. കോളേജിലെ സൂപ്പർ ഹീറോയ്ക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണെന്ന് പലരും അന്ന് പാടിയും പറഞ്ഞും നടന്നു. അപ്പോഴൊന്നും പ്രതികരിക്കാൻ തോന്നിയതുമില്ല. മനഃപൂർവ്വം എല്ലാറ്റിൽ നിന്നും വിട്ടൊഴിഞ്ഞു നിന്നു. അതിനിടയിൽ എപ്പോഴോ ഒരു ദിവസം ഗൗരിയുടെ ഏട്ടൻ വന്ന് അവളുടെ TC വാങ്ങി നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്ന് കേട്ടപ്പോൾ ആ വാർത്ത എനിക്ക് ഒരുപാട് ഷോക്കായിപ്പോയി. അവളോടുള്ള ഇഷ്ടം എൻ്റെ സമനില തെറ്റിച്ചു എന്ന് പറയുന്നതാവും കൂടുതൽ സത്യം. എൻ്റെ മനസ്സിനെ എനിക്ക് തന്നെ നിയന്ത്രിക്കാനായിരുന്നില്ല മിത്രേ. അതിനിടയ്ക്കാണ് കോളേജ് പ്ലേസ്മെൻറ്റ് വഴി നിങ്ങളുടെ കമ്പനിയിൽ നിന്നും ജോയിൻ ചെയ്യാനായി ഒരു ഇൻ്റർവ്യൂ ലെറ്റർ എന്നെയും തേടി വന്നത്. തൽക്കാലം ഇവിടെ നിന്നും ഒന്ന് മാറി നിൽക്കാം എന്ന് മാത്രമേ അന്ന് ചിന്തിച്ചിരുന്നുള്ളൂ. ഡാഡിയുടെ സമ്മതം വാങ്ങി ബാംഗ്ലൂരിലേക്ക് വണ്ടി തിരിച്ചപ്പോഴും അവളോടുള്ള എൻ്റെ സ്നേഹത്തിനോ പ്രണയത്തിനോ യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല. കാരണം ഗൗരിയെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്കാണ് ചേർത്ത് വെച്ചതെന്ന് ആർക്കും അറിയില്ല. അവൻ്റെ മറുപടിയിൽ അല്പം വേദന അവൾക്ക് തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതിരിക്കാൻ മിത്ര പ്രത്യേകം ശ്രദ്ധിച്ചു. പകരം തൻ്റെ സുഹൃത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹത്തെ തിരിച്ചറിയാൻ സാധിച്ചതിൽ അവൾക്കും സന്തോഷം തോന്നി. എങ്കിലും അവളുടെ ഉള്ളിലും ചെറിയ ചില സംശയങ്ങൾ അന്നേരം പൊട്ടിമുളച്ചു തുടങ്ങിയിരുന്നു. എന്നാലും എങ്ങനെ ആദി നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നത്? ഒരിക്കൽ പോലും നിന്നോട് പ്രണയം തുറന്നു പറയാതെ കടന്നുപോയ ഗൗരിക്ക് വേണ്ടി നീ ഇപ്പോഴും കാത്തിരിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു പക്ഷേ അവൾ നിന്നെ മറന്നിട്ടുണ്ടെങ്കിലോ? മറ്റൊരാളെ വിവാഹം ചെയ്ത് എവിടെയെങ്കിലും സുഖമായി ജീവിക്കുകയാണെങ്കിലോ? മിത്രയുടെ അപ്രതീക്ഷിതമായ ചോദ്യത്തിനു മുൻപിൽ അല്പം പതറിപ്പോയെങ്കിലും അവനത് കാര്യമാക്കിയില്ല. എങ്കിലും അവൻ്റെ ഉള്ളിലും നേർത്തൊരു ഭയം അടിഞ്ഞുകൂടാൻ അതിടയാക്കി. ഇല്ല, ഗൗരിക്കൊരിക്കലും അതിന് സാധിക്കില്ല.
തന്നോടുള്ള പ്രണയം അവൾ ഒരിക്കലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ കൂടിയും താനത് ഒരുപാട് തവണ അവളുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുത്തിട്ടുണ്ട്. അവളുടെ സംസാരത്തിൽ നിന്നെല്ലാം താനത് കേട്ടറിഞ്ഞിട്ടുമുണ്ട്. എല്ലാ പ്രണയവും തുറന്നു പറയണമെന്നില്ലല്ലോ. മനസ്സിൽ സൂക്ഷിച്ചു വെച്ച പ്രണയങ്ങളും ഒത്തിരി നാളുകൾക്ക് ശേഷം ഒന്നായിട്ടില്ലേ? എത്ര ദൂരേക്ക് മറഞ്ഞിരുന്നാലും എവിടെയാണെങ്കിലും അവളുടെ മനസ്സിൽ, അവളുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഈ ആദിയോടുള്ള സ്നേഹം ഒരിക്കലും അവൾ മറന്നിട്ടുണ്ടാവില്ല. എനിക്കത് ഉറപ്പുണ്ട്. സ്വയം ആശ്വസിച്ചുകൊണ്ടവൻ സീറ്റിലേക്ക് മെല്ലെ തലചായ്ച്ചിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ മെല്ലെ സ്റ്റേഷനിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ട്രെയിനിൻ്റെ ഞരക്കം അവസാനിച്ചെന്ന് തിരിച്ചറിഞ്ഞതും സ്റ്റേഷനിൽ ഇറങ്ങേണ്ടവരെല്ലാം മെല്ലെ മെല്ലെ സീറ്റിൽ നിന്നും ഉയർന്നു പൊങ്ങി. അവരവരുടെ ലഗേജുകളെല്ലാം വാരിക്കൂട്ടിയും പെറുക്കിയെടുത്തും പുറത്തേക്കിറങ്ങാനുള്ള വ്യഗ്രത എല്ലാവരും കാണിച്ചുകൊണ്ടിരുന്നു. അക്കൂട്ടത്തിൽ ആദ്യം തൻ്റെ ബാഗെടുത്ത് ചുമലിലേക്ക് ഇടുന്നത് കണ്ടപ്പോൾ മിത്രയും പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ഇവിടെയാണോ നമ്മൾ ഇറങ്ങേണ്ടത്? അവനൊന്ന് മൂളി. കേൾക്കേണ്ട താമസം ചെവിയിൽ തിരികെ ഹെഡ്സെറ്റ് വലിച്ചൂരിയവൾ ബാഗിലേക്ക് എടുത്തിട്ടു. ധൃതിയിൽ സിബെല്ലാം ലോക്ക് ചെയ്ത ശേഷം ബാഗെടുത്ത് അവളും ചുമലിലേക്കിട്ട് ആദിയുടെ പിറകിൽ തന്നെ പറ്റിച്ചേർന്ന് നടന്നു. കോച്ചിൻ്റെ ഡോറിൽ നിന്നും അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും ആദി എന്ന് നീട്ടി വിളിച്ചുകൊണ്ട് മോട്ടു അവൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കണ്ടുമുട്ടിയ ആനന്ദത്തിൽ അവൻ ആദിയെ സ്നേഹത്തോടെ കെട്ടിപ്പുണർന്നു. രണ്ടു പേർക്കുമിടയിലെ പുഞ്ചിരിയും സ്നേഹവുമെല്ലാം പ്രകടമാകുന്നതിന് സാക്ഷിയായി മിത്രയും കൗതുകത്തോടെ അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഡാ ആദി, എത്ര നാളായടാ ഒന്ന് കണ്ടിട്ട്? അതെ, ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. നാട്ടിലേക്ക് വന്നാൽ തന്നെ ഡാഡിയെ ഒന്ന് മുഖം കാണിച്ച് പിറ്റേന്ന് തന്നെ മടങ്ങുകയും ചെയ്യും. അതാണല്ലോ പതിവ്. അതെ അതെ, നേരിൽ കണ്ടില്ലെങ്കിലും ഫോൺ വഴിയുള്ള നമ്മുടെ കോണ്ടാക്റ്റിന് മുടക്കം വരാൻ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാ ദേ ഇപ്പോൾ ഇങ്ങനെയെങ്കിലും നിന്നെ ഒന്ന് കാണാൻ പറ്റിയത്. അവൻ്റെ മറുപടി കേട്ട് ആദ്യം ഒന്ന് മന്ദഹസിച്ചു. അതിനൊപ്പം അവനെ പറ്റിച്ചേർന്ന് പിന്നിൽ നിൽക്കുന്ന മിത്രയെയും വിരൽ പൊത്തിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സംശയത്തോടെ മൂട്ട് തല ചെരിച്ചൊന്ന് ആദ്യം നോക്കി. ഈ അവതാരം ആരാണെന്ന മട്ടിൽ കണ്ണുകൊണ്ട് ആംഗ്യ ഭാവത്തിൽ എന്തൊക്കെയോ ചേഷ്ടകൾ അവൻ കാണിച്ചുകൂട്ടി. മുന്നിൽ നിന്നുകൊണ്ടുള്ള അവൻ്റെ കഥകളി കണ്ടപാടെ മിത്ര മോട്ടുവിന് നേരെ കൈ നീട്ടിക്കൊടുത്ത് പരിചയപ്പെടാൻ ശ്രമം തുടങ്ങി. ഹായ്, ഞാൻ മിത്ര രവിവർമ്മ, ആദിയുടെ ബെസ്റ്റ് ഗേൾഫ്രണ്ടാട്ടോ. അത് കേൾക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. അവൻ അപ്പോഴേക്കും പഴയ മോട്ടുവിലേക്കൊന്ന് ചാടാനുള്ള പരിശ്രമം തുടങ്ങി. വലതു കൈ അവൾക്ക് നേരെ നീട്ടി ഹസ്തദാനം നൽകി പുഞ്ചിരിച്ചുകൊണ്ടവൻ അവളെയൊന്ന് നോക്കി. ഹലോ, ഞാൻ മോട്ടു. അല്ലല്ല, അബ്ദുൽ ഖാദർ. ഇവിടെ നാട്ടിൽ തന്നെ ഒരു ഹോൾസെയിൽ ഷോപ്പ് നടത്തി വരുന്നു. മുൻപ് ബാപ്പയായിരുന്നു അത് നടത്തിക്കൊണ്ടിരുന്നത്. ബാപ്പാൻ്റെ മരണശേഷം ഇപ്പോഴത് ഞാനും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നു. അത്രയുള്ളൂ. ഓഹോ, അപ്പോൾ മോട്ടു ഒരു തിരക്കുള്ള ബിസിനസ്മാനാണ് അല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. മോട്ടു മാരീഡാണോ? ഏയ്, അല്ലേ അല്ല. പറ്റിയൊരു പെണ്ണിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടെത്തിയ പിന്നെ ഒട്ടും താമസിപ്പിക്കില്ല, ഉടനെ തന്നെ നിക്കാഹ് കഴിക്കും. പ്ലാറ്റ്ഫോമിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് ഉച്ചത്തിൽ പൊട്ടിച്ചിരിക്കുന്ന അവൻ്റെ നിഷ്കളങ്കത നിറഞ്ഞ മറുപടി കേട്ടപ്പോൾ മിത്രയ്ക്കും ചിരിക്കാതിരിക്കാനായില്ല. മിത്രയുടെയും മോട്ടുവിൻ്റെയും സംസാരത്തിനിടയിൽപ്പെട്ട ആദി രണ്ടുപേരെയും പരസ്പരം മാറി മാറി ഒന്ന് നോക്കി. ഇവൻ്റെ ഒരു കാര്യം എന്ന മട്ടിൽ നെറ്റി തടവിക്കൊണ്ട് അധിക നേരം അവിടെ നിൽക്കാൻ അവനും താല്പര്യപ്പെട്ടില്ല. അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ കൂടെ വാലുകൾ പോലെ അവരും ഒപ്പം ചേർന്നു. പ്ലാറ്റ്ഫോമിനകത്ത് സ്റ്റെപ്പുകൾ കയറിയും ഇറങ്ങിയും അവർ പതുക്കെ പുറത്തേക്ക് എത്തിച്ചേർന്നു. തൻ്റെ വാഹനത്തിന് നേരെ വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ ആദിയെയും മിത്രയെയും അവിടേക്ക് സ്വാഗതം ചെയ്തു. റോഡിന് എതിർവശത്ത് നിർത്തിയിട്ടിരുന്ന വാഹനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടവർ ശ്രദ്ധയോടെ റോഡ് ക്രോസ് ചെയ്ത് അതിനടുത്തേക്കെത്തി. ഡോറ് തുറന്ന് 3 പേരും വണ്ടിയിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മോട്ടു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയതും ആദി അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. നിൽക്ക്, പോകാൻ വരട്ടെ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഗൗരിയെ നീ എവിടെ വെച്ചാ കണ്ടത്? എങ്ങനെയാ നീ അവളെ കണ്ടത്? ഇതിനൊക്കെയുള്ള മറുപടി തന്നതിന് ശേഷം നീ വണ്ടി ഇവിടുന്ന് എടുത്താൽ മതി. കയ്യിൽ മുറുക്കി പിടിച്ചിരിക്കുന്ന ആദിയുടെ ഗൗരവം നിറഞ്ഞ ഭാവം കണ്ടപ്പോൾ മോട്ടു ഒന്നിളിച്ചു കാണിച്ചു.